എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്ത് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രം ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളു. ഇപ്പോൾ ക്രിസ്തുമസ് കാലമാണ്. എല്ലാ ഭവനങ്ങളിലും എല്ലാ ജനങ്ങളും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഇന്ന് ക്രിസ്തുമസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. എന്നാൽ ഇതിനകത്തൊരു വലിയ പ്രശ്നം നാം കാണുന്നത് പല വിഭാഗങ്ങളിൽപ്പെട്ട സഭാവിഭാഗങ്ങൾ അതിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ കണ്ടുകൂടാ, ഒരു വിഭാഗത്തിൻ്റെ ആരാധനയിൽ മറ്റൊരു വിഭാഗം സംബന്ധിക്കത്തില്ല. ഇന്ന് ക്രിസ്തീയ സമൂഹം ഏതാണ്ട് 10,000 ഗ്രൂപ്പുകൾ ലോകത്തിൻ്റെ വിവിധങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലും കൂടുതൽ കാണും. 4 പേര് കൂടി ഒരു സഭയുണ്ടാക്കുക, ഞങ്ങളാണ് യഥാർത്ഥ ദൈവവിശ്വാസികളെന്ന് പറഞ്ഞ് നടക്കുക, മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിട്ട് അവരെ തള്ളിക്കളയുന്ന അവസ്ഥാവിശേഷങ്ങൾ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ കറുത്തവനെന്നും വെളുത്തവനെന്നും ചുമന്നവനെന്നുള്ള വ്യത്യാസം പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. എല്ലാം ക്രിസ്തു ഒന്നാണ്. ഈ ക്രിസ്തുമസ് ഒന്ന് തന്നെ. ദൈവം ഒന്ന്, അഖിലാണ്ടത്തെ നിർമ്മിച്ച് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ഇത് ഒന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുകയും വേദപുസ്തകം അല്ലെങ്കിൽ സത്യവേദപുസ്തകം ആരാധിക്കുകയും അതിനകത്തെ വചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് യുദ്ധം ചെയ്യുകയാണ്. പാർട്ടി സഭക്കാരൻ പറയും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തര്, ഞങ്ങൾ കൂടെ അല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ല എന്ന് അവർ പറയുന്നു. ബിക്കാർ പറയും ഞങ്ങളാണ് യഥാർത്ഥ ദൈവമക്കൾ, ഞങ്ങൾ പറയുന്നിടത്തൂടെ അല്ലാതെ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കത്തില്ല എന്നവർ വിശ്വസിക്കുന്നു. ബി അങ്ങനെ ഓരോ അക്ഷരമാലയ്ക്കും അനുസരിച്ചുള്ള സഭാവിഭാഗങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇപ്പോൾ വലിയൊരു വിരോധാഭാസം കാണുന്നത് എയും ബിയും സിയും ഡിയും ഇയും എഫും എല്ലാം കൂടെ ചേർന്ന് എക്യുമെനിക്കൽ പ്രസ്ഥാനം കൊണ്ട് നടക്കുക. എന്താണ് എക്യുമെനിക്കൽ പ്രസ്ഥാനം? ഒരിക്കൽ ഏകമായിരുന്ന സഭ പല കാരണങ്ങളാൽ പലപ്പോഴും പല പ്രദേശങ്ങളിൽ ഛിന്നഭിന്നമായി പോയി. അതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എക്യുമെനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത് എക്യുമെനിക്കൽ കൺവെൻഷനുകൾ, എക്യുമെനിക്കൽ ക്രിസ്തുമസ് എന്ന് വേണ്ട ഇങ്ങനെയുള്ള പല പരിപാടികൾ നടത്തുന്നു. ഇവിടെ പല ചിന്താഗതിക്കാരാണ് ഒന്ന് വെച്ച് വരുന്നതെന്നും ചിന്തിച്ചു നോക്കണം. ഒരാൾ പ്രസംഗിക്കുന്നത് ഇഷ്ടപ്പെടാത്ത അനേകർ അതിനകത്തുണ്ട്, വേറൊരാൾ പ്രസംഗിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു വിവാഹം ഒരാൾ നടത്തണമെങ്കിൽ വേറൊരു സഭയിൽപ്പെട്ട ആൾ അവർ നടത്തി കൊടുക്കണമെങ്കിൽ അവരുടെ സഭയിൽ വന്ന് അംഗത്വമെടുത്ത് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ പങ്കെടുക്കുവാനോ അല്ലെ അവരെ സമ്മതിക്കുകയോ ചെയ്യുള്ളൂ. ഇതാണോ എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന് ഞാൻ ചോദിക്കുകയാണ്. എക്യുമെനിക്കൽ ആണെങ്കിൽ എല്ലാവരും ഒരേ ആരാധന, എല്ലാവരും ഒരേ പ്രവർത്തനങ്ങൾ, എല്ലാവരും ഒരേ ചിന്ത ഇതായിരിക്കണം. അല്ലാതെ ഞാൻ പറയുന്നതാണ് ശരി, വേറൊരാളുടെ കൂട്ടത്തിൽ പോകത്തില്ല, വേറൊരാൾ പ്രസംഗം നടത്തിയാൽ കേൾക്കത്തില്ല, വേറൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നഖശിഖാന്തരം എതിർക്കുന്ന എത്രയോ ആളുകൾ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്ന് തറപ്പിച്ച് പറയുകയും എല്ലാവരെയും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി നടക്കുകയും ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഉദാഹരണം, എക്യുമെനിക്കൽ കൺവെൻഷൻ നടത്തുക. അവിടെ ഒരു സഭയിൽപ്പെട്ട ആൾ പ്രസംഗിക്കുമ്പോൾ മറ്റു സഭയ്ക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ പ്രസംഗിക്കുന്നു. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ ഐക്യ കൺവെൻഷനുകൾ, ഐക്യ
ക്രിസ്മസ് ആഘോഷങ്ങൾ, എക്യുമെനിക്കൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു സഭാവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ ആശയം അനുസരിച്ച് മെസ്സേജ് നൽകുമ്പോൾ, അല്ലെങ്കിൽ അതിന് ദൂത് നൽകുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എന്താ എക്യുമെനിസമാണിത്? അങ്ങോളം ഇങ്ങോളം ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഇന്ന് എക്യുമെനിസം പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മറ്റൊരു വിഭാഗവുമായിട്ട് വിവാഹബന്ധമോ അല്ലെങ്കിൽ യാതൊരു കർമ്മത്തിലും ഏർപ്പെടുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ എക്യുമെനിസത്തിൽ പോകാൻ പറ്റും? കറുത്ത ആളുകളെ കാണുമ്പോൾ അവർ കറുത്ത വർഗമാണോ, അവർ കൺവേർട്ടാണ്, അതുകൊണ്ട് അവരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പാടാണ് എന്ന് പറയുന്ന എത്രയോ ആളുകൾ, വിശ്വാസവീരന്മാരുണ്ട്. പലരും അവരുടെ എല്ലാം പൈസ എല്ലാവർക്കും വേണം. പക്ഷെങ്കിൽ നിറത്തി വരുമ്പോൾ, അല്ലെ വിശ്വാസത്തിൽ വരുമ്പോൾ അത് മാറ്റമാണ്, അത് കൊള്ളത്തില്ല എന്നുള്ളത് ചിന്താഗതി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനമെല്ലാം പിരിച്ചുവിട്ടിട്ട് അവരവരുടെ പ്രസ്ഥാനം നടത്തിട്ട് അവർ തന്നെ നടത്തിട്ട്, അല്ലാതെ എക്യുമെനിസം എന്ന് പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഒരിക്കലും അനുവദനീയമല്ല. അത് ജനങ്ങളുടെ ഇടയിൽ അമർഷം ഉണ്ടാക്കും എന്നുള്ളത്, വിദ്വേഷം ഉണ്ടാക്കും എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ വിചാരങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാൻ സ്വാമി. താങ്ക് യു വെരി മച്ച്.